ഹലോ മച്ചാമാരെ, നമ്മളിന്ന് പറയാൻ പോകുന്നത് ബ്ലോംപുങ് ടെംബാബെ 980 എന്ന് പറയുന്ന കമ്പനിയുടെ ഇൻഫോർടൈൻമെന്റിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ടാറ്റയുടെ പഞ്ച് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അവർ തരുന്നത് ക്രോസ് ലിങ്ക്സിൻ്റെ ആയിരിക്കും. ക്രോസ് ലിങ്ക്സിന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതൊക്കെയാണ്, പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ദൂരയാത്രയൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് കാർ കണക്ട് ചെയ്യാനുള്ള സൊല്യൂഷൻ അതിനകത്തിലില്ല. അത് ഭയങ്കര ഒരു ചൈനീസ് ആപ്പാണ് അതിനകത്തിലുള്ളത്. അത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കണക്ട് ചെയ്യാൻ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു മോഡം മേടിക്കുക. ഈ മോഡം ഇതിൽ കണക്ട് ചെയ്ത് നമ്മൾ കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്കൊരു സിമ്മ് വാങ്ങിയിട്ട് അത് സിമ്മ് നെറ്റിന് വേണ്ടി മാത്രമായിട്ട് ചാർജ് ചെയ്തിട്ട് മോഡം യൂസ് ചെയ്യുവാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. അതാകുമ്പോൾ വൈഫൈ മോഡിൽ നമുക്ക് ഫോണുമായിട്ട് അറ്റാച്ച് ചെയ്യാതെ വൈഫൈ മോഡിൽ നമുക്ക് എവിടെ പോയി കഴിഞ്ഞാലും മാപ്പ് വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ബ്ലോംപുങ്ങിൻ്റെ ടെംബാബെ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. അപ്പം നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇത് 2GB പ്ലസ് 16GB ഹാർഡ് ഡിസ്ക് ആണ് വരുന്നത്. അപ്പോൾ 2GB റാം 16GB ഹാർഡ് ഡിസ്കും ആണ് വരുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് കമ്പനിയിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ കോസ്റ്റ് ആവുന്ന 25,000 റുപ്പീസാണ് അവർ മേടിക്കുന്നത്. അപ്പം അല്ലാതെ 25,000 അവർ വെച്ച് തരുന്ന ക്രോസ് ലിങ്ക്സ് ആണെങ്കിലും ബ്ലോംപുങ് ആണ് എൻ്റെ അറിവിൽ ഏറ്റവും കുറച്ചുകൂടെ നല്ലത്. കാരണം എനിക്ക് ആദ്യമേ ക്രോസ് ലിങ്ക്സ് ആയിരുന്നു അവർ വെച്ച് തന്നിരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ് ബ്ലോംപുങ്ങിലേക്ക് കയറുമായിരുന്നു. ഓക്കെ, അപ്പം ബ്ലോംപുങ് നല്ലതാണ്, അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ അങ്ങനെ സിസ്റ്റം അങ്ങനെ ഹാങ് ആവുന്ന ഒരു പ്രശ്നം വരുന്നില്ല കേട്ടോ. സിസ്റ്റം ഹാങ് ആവുന്നില്ല. അതുപോലെ തന്നെ ഇത് അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാണ്. www.nwdcloud.com എന്ന് പറഞ്ഞ സൈറ്റിൽ മൈ കാർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് സ്വന്തമായിട്ട് അപ്ഡേറ്റ് ചെയ്യാനും പറ്റും കേട്ടോ. അപ്പം ഈ ബ്ലോംപുങ്ങിനകത്തിൽ നമുക്ക് ഫോൺ കണക്ട് ചെയ്യണമെങ്കിൽ കാർബിറ്റ് ലിങ്ക് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ വഴിയാണ്. പക്ഷെ നമ്മളിപ്പോൾ വൈഫൈ മോഡം വിത്ത് കണക്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു പ്രശ്നം വരുന്നില്ല കേട്ടോ. പിന്നെ ഇതിനകത്തിൽ സ്പോട്ടിഫൈ നമുക്ക് ചെയ്യാം, VLC പ്ലെയർ ഉണ്ട്, അങ്ങനെ പല പ്ലെയേഴ്സും ഇതിനകത്തിലുണ്ട്. അപ്പം നമുക്ക് സിനിമ കാണണമെങ്കിൽ അങ്ങനെ സിനിമയൊക്കെ